ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിച്ചസ് ലിറ്റിൽ വേൾഡ്. അപ്പം നമ്മൾ ഇന്ന് തിരൂരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്, മാർക്കറ്റിലേക്ക് ഒന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 ഫോണുകൾക്ക് കേസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെട്ടത്തുകാവിൽ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ഡാൻസ് കണ്ടിട്ട് അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നമുക്ക് ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ നിന്നും ഇരിങ്ങാവൂർ ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരുങ്ങി പോകാനുള്ള മുല്ലപ്പൂവും പിന്നെ നമുക്ക് മൈലാഞ്ചിയൊക്കെ വാങ്ങിക്കാനായിരുന്നു. നമ്മൾ ഇറങ്ങിയത് വെള്ളിയാഴ്ച ആയ കാരണം മാർക്കറ്റെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ ഷോപ്പിലെ പ്രൊഡക്ട്സ് എല്ലാം പുറത്ത് വെച്ച് വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. മാർക്കറ്റിലെ സ്ട്രീറ്റുകളിൽ ഇതുപോലെ ഒരുപാട് മൊബൈൽ കേസസും ഡ്രസ്സുകളും മറ്റുമായിട്ട് നിരനിരയായിട്ട് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ ഓരോ ഫോണിൻ്റെയും മോഡൽസ് പറഞ്ഞു കൊടുത്ത് അതിന് കേസസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അനിയത്തിയുടെ ഫോണിൻ്റെ കേസ് കണ്ടിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ ആൻറ്റിമാർക്ക് എല്ലാം അതുപോലത്തെ കേസ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതെല്ലാം ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ 1-2 ഷോപ്പിലൊക്കെ കയറിയിട്ട് അവിടെ അതുപോലത്തെ കേസസ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിൽ കയറി. ഇങ്ങനെയൊക്കെയാണ് തിരൂർ മാർക്കറ്റ് വരുന്നത്. വളരെ നല്ല ആംബിയൻസ് ആണുള്ളത്. പൊതുവെ ക്രൗഡ് ഏരിയ ഉള്ളൊരു മാർക്കറ്റാണ് തിരൂർ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് അതിലും കൂടുതൽ ജനങ്ങളുണ്ടായിരുന്നു. തെണ്ടി തിരിഞ്ഞിങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഡ്രസ്സ് വിൽക്കുന്നൊരു ഷോപ്പ് കണ്ടത്. അപ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് കയറി. 4 ജോഡി 3 ജോഡിയൊക്കെ ആയിട്ട് 100 രൂപയ്ക്ക് നല്ല ക്ലോത്ത് ആയിരുന്നു. അവിടെ നിന്ന് റിച്ചുവിനും മീനുവിനും 4 വീതം അടങ്ങുന്ന ഓരോ ടീഷർട്ടും 4 വീതം അടങ്ങുന്ന ഓരോ ജോഡി പാൻസും എടുത്തു. ഇങ്ങനെ കണ്ടിട്ട് തോന്നാ കൊടുക്കുള്ളൂ. ഇത് ഇടുമ്പോൾ ചെറുതാവൂല, ഇങ്ങനെ പരന്നിട്ടാരും കൊണ്ടിടുമോ? ഇത് ഇടുമ്പോൾ ഇങ്ങനെ വികസിച്ച് വരില്ലത്, ഇങ്ങനെ വരില്ലേ? നമ്മൾ ഉദ്ദേശിച്ച സെറ്റിന് കേസ് കിട്ടാത്ത കാരണം നമ്മൾ ഓരോ ഷോപ്പിൽ അങ്ങനെ കയറി ഇറങ്ങി. ലാസ്റ്റ് നമ്മൾ പോകുന്ന വഴി വേറൊരു ഷോപ്പ് കണ്ടു, അങ്ങനെ അവിടെ കയറി. അതിനുശേഷം നമുക്ക് ഡാൻസിന് വേണ്ട മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഷോപ്പിൽ കയറി. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ പൂവൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിരുന്നു. ആകെ 5 മുളയെ കിട്ടിയിരുന്നുള്ളൂ. അവിടെയുള്ള ചേട്ടൻ നല്ല മനോഹരമായിട്ട് ബൊക്കെ തയ്യാറാക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മളെടുത്തു. നമ്മൾ മുല്ലപ്പൂ പറഞ്ഞപ്പോൾ ചേച്ചി അകത്ത് പോയിട്ട് മുല്ലപ്പൂ കൊണ്ടുവന്നു. അപ്പോൾ അത് അളക്കാൻ വേണ്ടിയിട്ട് കെട്ടഴിക്കുകയാണ്. ചേച്ചി മുല്ലപ്പൂവിൻ്റെ കെട്ടൊക്കെ അഴിച്ച് നമുക്ക് അളന്ന് തരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചേച്ചി അപ്പോഴേക്കും മുല്ലപ്പൂക്കെ അളന്ന് നമുക്ക് തന്നു. ആ ഷോപ്പിൽ ചേട്ടൻ ബൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. അത് ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം സ്റ്റാൻഡിലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറി. അനിയത്തി മുല്ലപ്പൂ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിന് നല്ല കെട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ കുരുക്കൊക്കെ അഴിച്ചെടുക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് 2 ലൈമും 2 ഷവർമ റോളും കഴിച്ചു. അതിനുശേഷം മൈലാഞ്ചിയും 2 കൺമഷിയും ചിരടൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഫാൻസിയിൽ കയറി. അതിനുശേഷം അനിയത്തി അവൾക്ക് വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എടുത്തു. ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ട് ഒരു കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷെയ്ഡാണ് എടുത്തത്.
അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. മക്കളെ അംഗൻവാടിയിലാക്കിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ വരുന്ന വഴി അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അംഗൻവാടിയിലേക്ക് വന്നു. എല്ലാ മക്കളും ഉറങ്ങിയപ്പോൾ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.